എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ കൊറോണ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അമേരിക്കയിൽ നിന്നും ചേരുന്നത് ഡോക്ടർ അനൂപ് പരമേശ്വരനാണ്. ഡോക്ടർ അനൂപ് പരമേശ്വരനെ ഈ കൊറോണ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വഷളാകുന്നു എന്നുള്ളതാണ് നമ്മൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ മീഡിയയിൽ കാണുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് വളരെ ശരിയാണ്. അമേരിക്കയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്റ്റേ അറ്റ് ഹോം ഓർഡറും ഒക്കെയാണ്. അപ്പൊ ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആണ്. അമേരിക്കൻ എക്കോണമി തന്നെ ഒരു വളരെ പ്രസിപ്പിറ്റസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തു കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിൽ. പക്ഷേ ഒരുവിധം കർവ് ഫ്ലാറ്റൻ ചെയ്യുന്നു എന്ന് തോന്നുന്നു. നമ്പർ ഓഫ് ന്യൂ കേസസ് ഒരുവിധം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്, അറ്റ്ലീസ്റ്റ് സ്റ്റേബിൾ ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഒരു 1-2 മാസം കൂടെ കൊണ്ട് ഇത് കഴിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ, അമേരിക്കൻ ജീവിതത്തെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ സാധിക്കും എന്നാണ് അമേരിക്കയിൽ വന്നത്? ഇവിടെ വിദ്യാഭ്യാസം, പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് പഠിച്ചതും വളർന്നതും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ഞാൻ മെഡിസിൻ ചെയ്തത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ അമേരിക്കയിലോട്ട് വന്നു. അമേരിക്കയിൽ വന്നിട്ട് ക്ലീവ്ലൻഡ് ക്ലിനിക്കിലാണ് റെസിഡൻസി ചെയ്തത്. പിന്നെ ക്ലീവ്ലൻഡ് ക്ലിനിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഫെലോഷിപ്പുകൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ മെഡിക്കൽ സെന്ററിലും ബെയ്ലർ കോളേജ് ഓഫ് മെഡിസിൻ ടെക്സസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആണ് എന്റെ കാർഡിയോളജി ഫെലോഷിപ്പും പിന്നെ കാർഡിയാക് ഇമേജിംഗ് MRI and CT ഫെലോഷിപ്പുകൾ ചെയ്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഫെയർലി സ്മോൾ ടൗൺ ആണ്, മിസൗറി സ്റ്റേറ്റിലാണ്. ഇവിടെ മേഴ്സി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെഴ്സി എന്ന് പറയുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സിസ്റ്റം ആണ്, ഒരു ഫെയർലി ലാർജ് സിസ്റ്റം ആണ്. ഇവിടെ ഒരു 4 സ്റ്റേറ്റ്സിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതൊരു പ്രൈവറ്റ് സെക്ടർ ആണോ അതോ? അതെ, പ്രൈവറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, മനസ്സിലായി. ഡോക്ടർ, നമ്മൾ ഈ ഡോക്ടർ ഹൃദയത്തിന്റെ ഡോക്ടറാണ്, അതായത് നമ്മുടെ കാർഡിയോളജി. അതെ. എന്താണ് ഇപ്പൊ നമ്മുടെ ഒരു കുസൃത ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട്, ഓക്കെ, നമ്മുടെ നാട്ടില് ഹൃദയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കരളെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആ അർത്ഥം വന്നത്? അതെനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു അർത്ഥം എങ്ങനെയാണ് വന്നതെന്ന്. നമ്മൾ സാധാരണ പറയുമ്പോ എന്റെ കരള എന്നല്ലേ പറയാറുള്ളത്, നമ്മുടെ ഹൃദയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അത് ശരിയാണ്. അങ്ങനെ ഒരു പ്രയോഗം എങ്ങനെ വന്നത് ഞാൻ ആലോചിച്ചിട്ടില്ല, സത്യം പറഞ്ഞു. ഇപ്പോൾ ഈ കാർഡിയോളജി തെരഞ്ഞെടുക്കുവാന് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടോ? എന്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്. അപ്പം വളർന്നു വരുമ്പോഴേ ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ റെസിഡൻസി ചെയ്യുന്ന സമയത്ത് ക്ലീവ്ലൻഡ് ക്ലിനിക്കിൽ ഒരുപാട് ഡിഫറെന്റ് സ്പെഷ്യാലിറ്റീസുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവും. അപ്പം ക്ലീവ്ലൻഡ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു കാർഡിയോളജിയുടെ ഒരു മേജർ സെന്റർ ആണ്. അപ്പൊ അത് കാരണം കാർഡിയോളജിയുടെ ഒരുപാട് എക്സ്പോഷർ ആ സമയത്ത് എനിക്ക് കിട്ടി. പിന്നെ അതൊരു ഇന്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ താല്പര്യം അതെടുക്കാൻ. എന്തെങ്കിലും റൈറ്റ് ഡെസിഷൻ ആയെന്ന് തോന്നുന്നു. എന്താണ് കാർഡിയോളജി എന്ന് വളരെ ചുരുക്കമായി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഹാർട്ടിന്റെ അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, ഏതെല്ലാം രോഗങ്ങളാണ് നമ്മുടെ സാധാരണമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത്? ഹൃദയത്തിന് ഏതെല്ലാം രോഗങ്ങളുണ്ട്? ഹൃദയത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട്. വൺ ഓഫ് ദ മെയിൻ രോഗങ്ങൾ എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അതായത് ഹാർട്ടിലെ ബ്ലഡ് വെസൽസിൽ വരുന്ന ബ്ലോക്കേജസ്. അപ്പം കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ട്. പിന്നെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അതായത് ഹാർട്ടിന്റെ മസിലിന്റെ ഫംഗ്ഷൻ വീക്കൻ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. പിന്നെ ഒരുപാട് റിതം ഇഷ്യൂസ് ഉണ്ട്. ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ എറിത്മിയാസ് എന്നൊക്കെ പറഞ്ഞ ഹാർട്ടിന്റെ റിതം ഒരുപാട് ഇറഗുലർ ആവാം, ഹാർട്ടിന്റെ റിതം സ്പീഡ് കൂടാം, കുറയാം, പേസ് മേക്കറിന്റെ ആവശ്യം വരാം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈയിടെയായിട്ട് നമ്മൾ ജനിക്കുന്ന കുട്ടികളിൽ അവരുടെ ജനനത്തിൽ തന്നെ ഹാർട്ട് പ്രോബ്ലംസ് കൂടുന്നത് ഇവിടെ കൂടി വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ അതൊരു ആക്ച്വലി ഒരു പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ അഡൽട്ട് കാർഡിയോളജിസ്റ്റ് ആണ്. പക്ഷെ അത് ശരിയാണ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഒരുപാട് കൂടുതലായിട്ട് കണ്ടുപിടിച്ച് വരുന്നുണ്ട്. അതിന്റെ ഇൻസിഡൻസ് കൂടുന്നോ ഇല്ലേന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഒരുപാട് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്. പക്ഷെ അവരുടെ ട്രീറ്റ്മെന്റ് ഒരുപാട് സക്സസ്ഫുൾ ആണ്. ഇപ്പൊ ഒരുപാട് പിള്ളേർക്ക് ഹാർട്ട് ഡിസീസ് വന്ന് സർജറി ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് അഡൽട്സ് ആയിട്ട് ഇപ്പം ജീവിക്കുന്നുണ്ട്. അപ്പം പഴയതിനേക്കാൾ ഒരുപാട് കൂടുതൽ ബെറ്റർ സർവൈവൽ ഉണ്ട്. അങ്ങനത്തെ സർവൈവൽ ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ
അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ഇതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒക്കെ ആയിരിക്കും അതിന് അതെ, തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ പറയും ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ആ പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാർട്ട് അറ്റാക്ക്. അതെ, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഏകദേശം ഒരു ഫിസ്റ്റിന്റെ സൈസിലാണ്. ഈ സൈസാണ് നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടിനെ സപ്ലൈ 3 ബ്ലഡ് വെസൽസ് ആണുള്ളത്. അപ്പൊ ഈ ഹാർട്ട് ഇതാണെങ്കിൽ ഈ 3 ബ്ലഡ് വെസൽസും ഹാർട്ടിന്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരെണ്ണം ഫ്രണ്ടിലോട്ട് പോകും, 1 ടു ദ റൈറ്റ് ആൻഡ് ദി അതർ ടു ദ ലെഫ്റ്റ്. അപ്പൊ 3 മെയിൻ ബ്ലഡ് വെസൽസ് ആണുള്ളത്. അപ്പം ഇതിപ്പം ഇത് എന്റെ ഒരു ഡയഗ്രാമാണ്, അത്ര സയന്റിഫിക് അല്ല. പക്ഷെ ഇതൊരു ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇത് ഈ വൈറ്റ് ഏരിയ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഏരിയയും ഈ കളേർഡ് ഏരിയ അതിന്റെ വാളുമാണ്. അപ്പൊ കൊളസ്ട്രോൾ പ്ലാക്ക് ഹാർട്ടിന്റെ അകത്ത് ഫോം ചെയ്യുമ്പോൾ അത് ഈ ബ്ലഡ് വെസൽ വാളിന്റെ അകത്താണ് ഫോം ചെയ്യുന്നത്, ഇങ്ങനെ യെല്ലോ ഏരിയ. അപ്പോൾ ഇത് ഈ പ്ലാക്ക് ഈ ബ്ലഡ് വെസലിനെ അധികം ബ്ലോക്ക് ചെയ്യുന്നില്ല. ഏകദേശം 20 or 30% നാരോയിങ്ങേ ഉണ്ടാക്കുന്നുള്ളൂ ബ്ലഡ് ഫ്ലോയ്ക്ക്. അപ്പം ഈ ഒരു സ്റ്റേജില് ആളുകൾക്ക് യാതൊരു സിംറ്റവും കാണത്തില്ല. ഇത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്റ്റേജിൽ. ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഈ പ്ലാക്കിന്റെ ബേർഡൻ കൂടി വരാം. ഈ പ്ലാക്ക് ഒരുപാട് കൂടുകയാണെങ്കിൽ കൂടുതൽ നാരോയിങ് വരാം. അപ്പൊ കൂടുതൽ നാരോയിങ് വരുമ്പോഴത്തേക്ക് ഈ ഏരിയയിൽ ഇപ്പം ബ്ലഡ് ഏകദേശം ഒരു 90% നാരോഡാണ് ഈ ബ്ലഡ് വെസൽ ഇവിടെ. ഇത്രയും നാരോയിങ് വരുമ്പോഴത്തേക്ക് ആളുകൾക്ക് നെഞ്ചുവേദന വരാം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരാം നടക്കുമ്പോൾ. വേറൊരു സംഭവം സംഭവിക്കുന്നത് ഈ സ്റ്റേജിലോ ഇരുന്നിട്ട് ചില ആളുകൾക്ക് ഈ ഒരു കവറിംഗ് ഉണ്ട് ഇതിന്റെ മുകളിൽ, കൊളസ്ട്രോളിന്റെ മുകളിൽ ഒരു തിൻ കവറിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് ഫൈബ്രസ് പ്ലാക്ക്. അപ്പൊ ഈ തിൻ കവറിംഗ് ചില ആളുകളുടെ റപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ കൊളസ്ട്രോള് ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. കൊളസ്ട്രോൾ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഒരു 20% നാരോയിങ് പെട്ടെന്ന് പ്ലാക്ക് റപ്ചർ ആണ് ഒരു 100% നാരോയിങ് ആവുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ബ്ലഡ് ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ആ ബ്ലഡ് വെസലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. അതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള അതിന്റെ ഡയഗ്നോസിസും പിന്നെ ട്രീറ്റ്മെന്റും ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരു കേസ് എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അയാളെ രക്ഷപ്പെടുത്തുന്നത്? അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന ഇപ്പം ഈ ഹാർട്ട് അറ്റാക്ക് ഏത് ബ്ലഡ് വെസലിൽ വരുന്നത് പോലെ ഇരിക്കും അതിന്റെ സിവിയറിറ്റി. ഇപ്പം ഈ ഫ്രണ്ടിലോട്ടുള്ള LAD എന്ന് പറയുന്ന ബ്ലഡ് വെസലിൽ വരികയാണെങ്കിൽ അതൊരു ഒരുപാട് ഹാർട്ടിൽ ഒരുപാട് ഏരിയ സപ്ലൈ ചെയ്യുന്ന ഒരു ബ്ലഡ് വെസലാണ്. അത് ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് വെസൽ ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിലും ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നിന്നിട്ട് മയോകാർഡിൽ നെക്രോസിസ് വരും, ഹാർട്ട് മസിൽ ഡൈ ചെയ്യും. അതിന് ആ ഹാർട്ട് മസിൽ ഡൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് വീട്ടില് നമുക്ക് ഇങ്ങനെ നെഞ്ചുവേനോ ഹാർട്ട് അറ്റാക്ക് സംബന്ധിച്ച് വരികയാണെങ്കിൽ ആസ്പിരിൻ ച്യൂ ചെയ്യുക. ഒരു 3-4 ബേബി ആസ്പിരിൻ 81 മില്ലിഗ്രാം ആസ്പിരിൻ 3-4 ച്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ഈ ക്ലോട്ട് ഫോർമേഷൻ ചിലപ്പം സ്ലോ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഉടനെ ആശുപത്രി എത്തുക എന്നുള്ളതാണ്. ടൈം ഇസ് മസിൽ എന്ന് പറയാം. അതായത് ആശുപത്രിയിൽ ആസ് സൂൺ ആസ് പോസിബിൾ എത്തുക. എന്നിട്ട് നമ്മൾ പൊതുവെ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യും. ഒരു ബലൂണും സ്റ്റെന്റും ഇട്ട് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അതെ. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫാക്ട് മെജോറിറ്റി ഓഫ് ആളുകളും സർവൈവ് ചെയ്യും. ഏകദേശം ഒരു 4-5% ആളുകളെ മരിക്കാറുള്ളൂ ഈ ഒരു മോഡേൺ മെഡിസിന്റെ കാലത്ത്. അപ്പൊ അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ സാധാരണ എത്ര മിനിറ്റുകൾ നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും? അപ്പം രക്ഷപ്പെടുത്താൻ പറ്റുന്ന വെച്ചാൽ ഐഡിയലി 90 മിനിറ്റ്സിനകം ഈ വെസൽ ഓപ്പൺ ചെയ്തിരിക്കണം. വിത്തിൻ 90 മിനിറ്റ്സ്. അതാണ് ഐഡിയൽ ടൈം. ഇത് പക്ഷേ അങ്ങോട്ട് കൂടുതൽ ടൈം പോകും തോറും ഈ മസിൽ കൂടുതൽ ഡൈ ചെയ്തിട്ട് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ മസിൽ ഏരിയ ഓൾറെഡി കംപ്ലീറ്റ്ലി ഡെഡ് ആണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. ആ ഏരിയ കംപ്ലീറ്റ്ലി ഡെഡ് ആവും മസിലിന്റെ. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന്റെ പമ്പിംഗ് ഫംഗ്ഷൻ കുറയും. ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും. നോർമലി ഹാർട്ട് ഏകദേശം 55% ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പമ്പ് ഔട്ട് ചെയ്യണം. അപ്പം ഈ ഹാർട്ട് അറ്റാക്ക് വന്നൊരു മേജർ ബ്ലഡ് വെസലിനെയാണ് അഫക്ട് ചെയ്യുമെങ്കിൽ ഈ പമ്പിംഗ് ഫംഗ്ഷന്റെ എഫിഷ്യൻസി കുറയും. അതായത് 55 എന്നുള്ള ചിലപ്പം 30% ആവും. ഹാർട്ട് ഫംഗ്ഷൻ ഒരുപാട് വീക്ക് ആവും. അപ്പം അത് കാരണം കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറും ഹാർട്ടിന്റെ നമുക്ക് ശ്വാസം മുട്ടലും അങ്ങനെ കുറെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഏകദേശം 1 മാസങ്ങളായിട്ട് എല്ലാ മീഡിയകളിലും പത്രങ്ങളിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് COVID-19. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈയിടെ കേട്ടു കോവിഡ് കാർഡിക് പേഷ്യൻസിനെ ബാധിക്കുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ് ഈ കാർഡിക് ഡിസീസസ്. അപ്പൊ എങ്ങനെയാണ് കോവിഡ് നമ്മുടെ
കാർഡിക് പ്രോബ്ലം ഉള്ളവരിൽ ഇത്രമാത്രം ഒരു പ്രശ്നമുള്ള ഇതായിട്ട് മാറുന്നത്? അത് വളരെ ശരിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ജനറൽ ആയിട്ട് ഒരു ആസ് എ പോപ്പുലേഷൻ ഇപ്പം കോവിഡ് അഫക്ട് ചെയ്യുന്ന ആളുകളിൽ ഏകദേശം മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പല സ്ഥലങ്ങളും നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് ബിറ്റ്വീൻ 2 to 4% ആളുകളാണ് മരിക്കുന്നത് ഈ അസുഖം വന്നിട്ട്. പക്ഷേ പ്രീവിയസ്ലി ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഏകദേശം 10% ആളുകൾ മരിക്കും. ഇപ്പം വളരെ ഹയർ മോർട്ടാലിറ്റിയാണ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്. അത് സ്വാഭാവികമായി നമ്മൾ ഓൾഡർ ആളുകൾക്കാണ് കൂടുതൽ ഹാർട്ട് ഡിസീസ് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് കൂടുതൽ കിട്ടുന്നത് ഈ അസുഖം. അത് വന്നു കഴിഞ്ഞാലും കൂടുതൽ ചാൻസ് ഓഫ് ഡെത്ത് ആണ്, 10% ചാൻസ് ഓഫ് ഡെത്ത് ആണ്. അപ്പോൾ ഈ കാർഡിയക് പേഷ്യൻസിൽ അവർക്ക് പ്രതിരോധ ശക്തി കുറഞ്ഞു എന്നുള്ളതിന്റെ ഒരു കാരണമാണോ ഈ കോവിഡ് അവരെ ബാധിക്കാനുള്ള കാരണം? അതാവണം. കാരണം നമുക്ക് ക്ലിയർലി അറിയാം, നമ്മൾ ഓൾഡർ വയസ്സാകും തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി ജനറലായിട്ട് കുറയും. അതുകൂടാതെ വേറെ അസുഖങ്ങളുണ്ട്, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മ്യൂൺ ശക്തി ഈവൻ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആവാനാണ് സാധ്യത ഇത് കൂടുതൽ കാണാൻ. പിന്നെ ഈയിടെയായിട്ട് ചൈനയിൽ ഒരു സ്റ്റഡി നടത്തി. ഏകദേശം 400 കോവിഡ് പേഷ്യൻസിനെ അവർ നോക്കി. അതില് ഏകദേശം 20% ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവർക്ക് 20% കോവിഡ് ആളുകൾക്ക് ഹാർട്ടിലെ ഡാമേജ് അവർക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഹാർട്ട് ഡാമേജ് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് വഴിയാണ്. ഒരു ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ സെൻസിറ്റീവ് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഹാർട്ടിൽ ഒരു മൈനർ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും ആ ഹാർട്ട് മസിൽ ട്രോപ്പോണിൻ റിലീസ് ചെയ്ത് അത് നമുക്ക് ബ്ലഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 20% ആളുകൾക്ക് ഹാർട്ട് ഡാമേജ് അവർ ഡിറ്റക്ട് ചെയ്തു. ഈ 20% ഈ ഹാർട്ട് ഡാമേജ് ഉള്ളവരിൽ ഏകദേശം 50% ആളുകൾ മരിച്ചു. അതേസമയം ഹാർട്ട് ഡാമേജ് ഡിറ്റക്ട് ചെയ്യാത്തവരിൽ ഏകദേശം 4% ആളുകളെ മരിച്ചുള്ളൂ. അപ്പം ഇത് കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇത് ഈ ഹാർട്ടിലെ ഡാമേജ് വന്നത് കൊണ്ടാണോ മരിച്ചതെന്നുള്ളത് അറിയില്ല. ഈ ഹൈ ട്രോപ്പോണിൻ മേ ബി ഒരു ജസ്റ്റ് എ മാർക്കർ ഓഫ് ഡിസീസ് സിവിയറിറ്റി ആവാം, മനസ്സിലായില്ലേ? അപ്പൊ അവര് കൂടുതൽ സിക്ക് ആയിരിക്കാം, അത് കാരണം ഹാർട്ടിൽ സ്ട്രെയിൻ കൂടി ട്രോപ്പോണിൻ ലീക്ക് ആയതും ആയിരിക്കാം. അപ്പൊ ഈ ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് തിയറീസ് ഉണ്ട്. പ്രൈമറിലി ഈ കോവിഡ് എന്ന് പറയുന്ന അസുഖം മെയിൻലി ലങ് ആണ് അതിന്റെ പ്രൈമറി ടാർഗറ്റ്. ലങ്ങിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ലങ്ങിൽ ഒരു ഏസ് ഇൻഹിബിറ്റർ, ഏസ് എന്ന് പറഞ്ഞ ഒരു റിസപ്റ്റർ ഉണ്ട്. അതുവഴിയാണ് ഈ വൈറസ് അകത്ത് കയറുന്നത്. അതേപോലത്തെ റിസപ്റ്റർ തന്നെ ഹാർട്ടിലും ഉണ്ട്. അപ്പോൾ ഒരു തിയറി എന്ന് പറഞ്ഞാൽ വൈറസ് മേ ബി ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടിനെ അഫക്ട് ചെയ്യാം, എന്നിട്ട് മയോകാർഡിൽ ഇൻഫ്ലമേഷൻ വരാം. അതിന്റെ പേരാണ് മയോകാർഡൈറ്റിസ്. അപ്പൊ ഹാർട്ടിൽ ഇൻഫ്ലമേഷൻ വന്ന് ഹാർട്ട് മസിലിന്റെ ഫംഗ്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ വൈറസിന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ബോഡി ചിലപ്പോൾ ഒരുപാട് ഇമ്മ്യൂൺ ടൈപ്പ് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. ഇനി ഇമ്മ്യൂൺ റിയാക്ഷൻ കാരണമാണോ ഹാർട്ടിന് ഡാമേജ് വരുന്നതും ഒരു പോസിബിലിറ്റിയാണ്. അതുകൂടാതെ ഈ വൈറസ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട്, നമ്മൾ നേരത്തെ ഈ ഹാർട്ടിലുള്ള പ്ലാക്കിന്റെ കാര്യം പറഞ്ഞു, ഈ പ്ലാക്ക് ചിലപ്പോൾ വൈറസ് ഡയറക്റ്റ് ആയിട്ട് അതിനെ റപ്ചർ ചെയ്യിപ്പിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കോവിഡിന് എന്തൊക്കെയാലും അപ്രൂവ്ഡ് ആയിട്ട് യാതൊരു മരുന്നും ഇതുവരെ ഇല്ല. നമുക്ക് ഒരു മരുന്നുമില്ല, എല്ലാം ഇൻവെസ്റ്റിഗേഷണൽ മരുന്നുകളാണ്. ഇവിടെ അമേരിക്കയിൽ മെയിൻ ആയിട്ട് അവർ ട്രൈ ചെയ്യുന്ന ക്ലോറോക്കിൻ, ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ഉണ്ട്, അത് ട്രൈ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് അനക്ഡോട്ടൽ എവിഡൻസ് ഉണ്ട്, അത് മേ ബി വർക്ക് ചെയ്യാമായിരിക്കും എന്ന്. പിന്നെ അതുകൂടാതെ ചില ആന്റി വൈറൽ ഡ്രഗുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എക്സ്പെരിമെന്റലായിട്ട് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ, ഒന്നിന്റെ റിസൾട്ട്സ് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ റീകോമ്പിനന്റ് പ്ലാസ്മ എന്ന് പറയാതെ കൺവാലസൻ പ്ലാസ്മ, അതായത് കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്ത ആളുടെ ദേഹത്ത് അതിന്റെ ആന്റിബോഡീസ് കാണും. ആ ആന്റിബോഡീസ് എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോവിഡ് ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതെല്ലാമാണ് ഷോർട്ട് ടേം ആയിട്ട് ഇതിന് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് കെയർ ആണ്. അവർക്ക് ബാക്കിയുള്ള ബ്ലഡ് പ്രഷറിനുള്ള സപ്പോർട്ട്, ബ്രീത്തിങ്ങിനുള്ള സപ്പോർട്ടീവ് കെയർ ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഒബ്വിയസ്ലി ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആളുകൾക്ക് അസുഖം വന്നിട്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു ലോങ് ടേം ആയിട്ട് ഇത് ഈ അസുഖം കുറയ്ക്കാനായിട്ട് ഇതൊക്കെയാണ് പോസിബിലിറ്റീസ്. അപ്പോൾ ഒരു കാർഡിക് പേഷ്യൻസ്, നമുക്ക് ഹൃദയ രോഗമുള്ളവര് എന്തെല്ലാം കൂടുതൽ പ്രതിവിധികളാണ് ഈ സമയത്ത് അവർക്ക് നോക്കേണ്ടത്? ഇപ്പൊ കാർഡിയക് പേഷ്യൻസിന് പ്രത്യേകം നോർമൽ പോപ്പുലേഷന് എക്സസ് ആയിട്ട് കൂടുതലൊന്നും ശ്രദ്ധിക്കാനില്ല. എല്ലാവർക്കും ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ. ഫോർ ഇൻസ്റ്റൻസ്, സ്റ്റേ ഹോം, വീട്ടിലിരിക്കുക, പിന്നെ കൈ കഴുകുക, തുമ്മുമ്പം മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എൽബോയിലോട്ട് തുമ്മുക,
പൊതുസ്ഥലങ്ങളിൽ പോവാതിരിക്കുക, അതായത് മാക്സിമം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ശ്രമിക്കുക. അത് ഹാർട്ട് ഡിസീസ് ഉള്ളവരും പിന്നെ ഈ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ഓൾഡർ ആളുകളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. അത് ഒരു ലൈറ്റ് ആയിട്ട് എടുക്കരുത്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ഈ കോവിഡ് സമയത്ത് ആളുകൾക്ക് ആശുപത്രി വരാൻ മടിയാണ്. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കാർഡിയക് പേഷ്യൻസിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അൺലെസ് ഇറ്റ്സ് ആൻ എമർജൻസി. പക്ഷെ പല ആളുകളും ഇപ്പൊ നെഞ്ചുവേന വന്നിട്ട് ആശുപത്രി വരാതിരിക്കും, നെഞ്ചുവേന വന്നിട്ട് അവർ 1-2 ദിവസം വെയിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ഹാർട്ടിന് ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുകയാണ്, നെഞ്ചുവേനയുണ്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രി പോകണം. കാരണം നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനാണ് കൂടുതൽ സാധ്യത കോവിഡ് വന്ന് മരിക്കുന്നതിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് ഡിലേ ചെയ്യരുത്. ഹാർട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ ആശുപത്രി തീർച്ചയായിട്ടും പോവുക. ഓക്കെ ഓക്കെ. നമ്മള് സാധാരണ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണ രീതികള് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നവയാണോ, അതോ നമ്മളുടെ ഈ ഇന്ത്യൻ ഭക്ഷണങ്ങള് ഹൃദയത്തിന്റെ ആ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് ദൂഷ്യം ചെയ്യുന്നതാണോ? അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മള് ജനറൽ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുഡ് രീതി എന്ന് പറയുന്നത് ഒരുപാട് വെജിറ്റേറിയൻസ് ഉണ്ട് ഇന്ത്യയിൽ, ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു നാടാണ്. അപ്പം ജനറലി ഇന്ത്യയിൽ ഹാർട്ട് ഡിസീസിന്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇത് കുറയണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് വളരെ റീസെന്റ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് ഷോ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യൻ ഡിസെന്റ്, എസ്പെഷ്യലി ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഹാർട്ട് ഡിസീസ് വളരെ കൂടുതലാണ്. അപ്പം ഒരു ഡോക്ടർ സലീം യൂസഫ് എന്ന് പറഞ്ഞ കാനഡയിൽ ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പേ ഇന്റർ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റഡി നടത്തി. അതൊരു ഇന്റർനാഷണൽ സ്റ്റഡിയാണ്. ഇത്രയും നാൾ നമ്മുടെ അറിവുകൾ വരുന്നത് വെസ്റ്റേൺ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്തിട്ടുള്ള ആണ് വരുന്നത്. അപ്പൊ ഇത് ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് രാജ്യങ്ങളുടെ അവര് റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ സ്റ്റഡി ചെയ്തു എന്തുകൊണ്ടാണ് ഹാർട്ട് ഡിസീസ് വരുന്നതെന്ന്. ആ സ്റ്റഡിയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് 1-2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, നമ്മുടെ ട്രഡീഷണൽ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഇനാക്ടിവിറ്റി, പുവർ ഫുഡ് ഹാബിറ്റ്സ്, സ്ട്രെസ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്താൽ തന്നെ 90% ഹാർട്ട് ഡിസീസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പം അത് ഈ ട്രഡീഷണൽ കൺട്രോളബിൾ റിസ്ക്. അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഈ ലോകം മൊത്തം എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിൽ വളരെ കൂടുതലാണ് ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പൊ അത് കൺട്രോൾ ചെയ്താൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ വേറെ കാര്യം കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇന്ത്യൻസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിന് അമേരിക്കൻസിന് വരുന്നതിനേക്കാൾ ഏകദേശം 10 years ഏർലിയർ ആയിട്ട് ഹാർട്ട് ഡിസീസ് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർക്ക് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു വെസ്റ്റേൺ പോപ്പുലേഷനെക്കാളും. കാരണം എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻസിന്, ഇപ്പൊ നമ്മൾ ഒരു വെസ്റ്റേൺ ഓഡിയൻസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഒബീസ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ റിസ്ക് കൂടുതൽ, അവർക്കാണ് ഡയബറ്റിസ് കൂടുതൽ, അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇന്ത്യൻ ഒരു പോപ്പുലേഷനിൽ ഒരു ലോവർ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് അധികം തടിയില്ലാതെ വളരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് വളരെ ഏർലി ആയിട്ട് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് വളരെ ഏർലി ആയിട്ട് ഡയബറ്റീസ് വരുന്നു, ഹൈ ട്രൈഗ്ലിസറൈഡ്സ്, പിന്നെ മെറ്റബോളിക് സിൻഡ്രോം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരുപാട് ഇന്ത്യൻസിനെ കാണാം വളരെ മെലിഞ്ഞിരിക്കും, ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഹൈ കൊളസ്ട്രോൾ ഉണ്ട്. പിന്നെ ഇന്ത്യൻസിന് ഒരുപാട് വിസറൽ ഫാറ്റ് ഉണ്ട്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന്റെ ചുറ്റുമുള്ള ഫാറ്റും നമ്മുടെ വയറിന്റെ അകത്തുള്ള ഫാറ്റിനുമാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഹാർംഫുൾ ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്. അത് നമ്മുടെ ഹാർട്ട് ഡിസീസിനെ ഒരുപാട് കൂട്ടാൻ സാധ്യതയുണ്ട്. എക്സസൈസ് ചെയ്യുന്നത് കുറവായതുകൊണ്ടാണോ അങ്ങനെ? ആബ്സല്യൂട്ട്ലി. നമ്മളിപ്പോ ഒരു കൂടുതൽ അഫ്ലുവന്റ് ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ എക്സസൈസ് കുറയുന്നു, കൂടുതൽ വർക്ക് ചെയ്യുന്നു, സ്ട്രെസ് കൂടുന്നു, നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് ഈറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സൗത്ത് ഏഷ്യൻ ഡിസെന്റ് തന്നെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടാണ് ഇപ്പം കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിനി നമ്മുടെ ഒരു ജനറ്റിക് ഫാക്ടർ ആണോ എന്നറിയില്ല. പിന്നെ ചില സ്റ്റഡീസ് ഒരു ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട്. അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസും ഇന്ത്യൻസും പൊതുവെ കൂടുതലാണ്. അത് ഹാർട്ട് ഡിസീസിന്റെ ഇൻസിഡൻസ് കൂട്ടും. അപ്പം അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഒരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻസിനും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിനും ഹാർട്ട് ഡിസീസ് കൂടുതലെന്ന് ഒരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ട്. ഇൻഫാക്ട് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കേരളയിലെ ഹാർട്ട് ഡിസീസിന്റെ ഇൻസിഡൻസ് ഒരുപാട് കൂടുതലാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് കമ്പയർ ചെയ്ത് തന്നെ. അതിന് കേരള പാരഡോക്സ് എന്ന് പറയും. കാരണം കേരളയിൽ ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ നമ്മൾ ഹാർട്ട് ഡിസീസ് ഇൻസിഡൻസ് കുറവാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് കൂടുതലാണ്. അപ്പൊ ഇനി അത് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മള്
ചില കാര്യങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നല്ലതാണ്, വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുന്നത്. ചില കാര്യങ്ങൾ പക്ഷെ ദോഷമാണ്, കാരണം നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുന്നു, അത് നല്ലതല്ല. ഒരുപാട് ഫ്രൈഡ് ഫുഡ്സ് ഉണ്ട് ഇന്ത്യൻ കൾച്ചറിൽ അല്ലെ, നമ്മൾ ഒരുപാട് ഫ്രൈഡ് സംഭവമുണ്ട്. പിന്നെ ഇനി നമ്മുടെ ചില സമയത്ത് നമ്മളുടെ ഈ TV ഷോകളിൽ നമുക്ക് കാണാം, അതായത് ആദ്യമേ അത് എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തിട്ട് പിന്നെ ബട്ടറിൽ വറക്കുന്നു, അങ്ങനെ ഒരു 3 ടൈം വറയൊക്കെ കാണുന്നു. അപ്പൊ അത് കാണുമ്പോൾ അത് ദൂഷ്യമാണെന്ന് നമുക്ക് തന്നെ ഒരു പ്രതീതി തോന്നാം കാരണമായി. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഈ ടൈപ്പ് ഓഫ് എണ്ണ ഉപയോഗിക്കുന്നതിലും കാരണം കാണാം. നമുക്ക് ഈ പൊതുവേ ഇപ്പം ഹാർട്ട് ഹെൽത്തി ആയിട്ട് എന്ന് പറയുന്ന ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അവരെ പൊതുവെ ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈൽ ഡയറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ജനറലി ഒരു ഡയറ്റ് റിച്ച് ഇൻ ഫ്രൂട്ട്സ്, റിച്ച് ഇൻ വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ നട്ട്സ്, പിന്നെ ഒരുപാട് ഫിഷും മേ ബി സ്കിൻലെസ് പൗൾട്രി, കോഴി സ്കിന്നില്ലാതെ, പിന്നെ മീറ്റ്, റെഡ് മീറ്റ് കുറയ്ക്കുക. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കൂടുതൽ കഴിച്ചാലും അത് ദോഷമാണ്. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഫൈനലി ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഈറ്റ് ഇൻ മോഡറേഷൻ. നമ്മൾ എന്ത് കഴിച്ചാലും, നമ്മൾ എന്റെ പേഷ്യൻസിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരു പ്ലേറ്റ് കഴിച്ചാൽ അത് ഹാഫ് പ്ലേറ്റ് കഴിക്കുക, അത്രയും കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾ എന്ത് കഴിച്ചാലും കുറച്ച് കഴിക്കുക. അതെ. പിന്നെ എന്തെല്ലാം ഭക്ഷണ ക്രമവും ജീവിത രീതികളുമാണ് നാം കാർഡിയക് രോഗം വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത്? ഈ പറഞ്ഞ പോലെ 90% ഹാർട്ട് ഡിസീസ് പ്രിവെന്റബിൾ ആണ്, ഒരു സംശയമില്ല. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് ഇത്രയും കൂടാൻ സാധ്യത. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക, പുക വലിക്കാതിരിക്കുക. സ്മോക്കിംഗ് ഒരു ഭയങ്കര വലിയ റിസ്ക് ഫാക്ടറാണ്. പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക. പിന്നെ ഡയറ്റ്, അതായത് എസ്പെഷ്യലി പറഞ്ഞ പോലെ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഡയറ്റ്, ഹോൾ ഗ്രെയിൻസ്, ചില ടൈപ്പ് നട്ട്സ്, പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ലൈക്ക് ഫാറ്റ് ഉപയോഗിക്കുക, ലൈക്ക് കനോള ഓയിൽ, ഒളിവ് ഓയിൽ ഒക്കെയാണ് കൂടുതൽ ഹെൽത്തി ഓയിൽസ്. പിന്നെ ഫിസിക്കൽ എക്സർസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് നടക്കുക. ഇപ്പം ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, 30 മിനിറ്റ്സ് ബ്രിസ്ക് വാക്കിംഗ് ആയാലും മതി, പക്ഷെ എല്ലാ ദിവസവും തീർച്ചയായിട്ടും ചെയ്യുക. അപ്പം ഈ പിന്നെ ഈ പറഞ്ഞ പോലെ മോഡറേഷൻ ഇൻ എവരിത്തിങ്, നമ്മൾ ഫുഡ്, എസ്പെഷ്യലി ഫുഡിൽ മോഡറേഷൻ. പിന്നെ ഈ ഒരു ആൽക്കഹോൾ കുടിക്കുന്നവരാണെങ്കിൽ മോഡറേറ്റ് ആൽക്കഹോൾ കൺസംഷൻ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്. അതായത് ഒരു ഡ്രിങ്ക് ഒരു ഫീമെയിലിന്, ഒരു 2 ഡ്രിങ്ക്സ് ഒരു ആൾക്ക്. പക്ഷേ ഡ്രിങ്കിങ് എൻകറേജ് നമ്മൾ ഒരിക്കലും ചെയ്യില്ല, കാരണം ചില ആളുകൾ അത് ഓവർബോർഡ് ആയിട്ട് പിന്നെ ലിവറിന്റെ അസുഖം അങ്ങനെ ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഓൾറെഡി ഡ്രിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ 1 or 2 ഡ്രിങ്ക്സ് എ ഡേ കുഴപ്പമില്ല. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ. അടുത്തൊരു ചോദ്യം, നമ്മളുടെ ഒരു 10 വർഷത്തിന് മുമ്പുള്ള നമ്മളുടെ ഹിസ്റ്ററി ഓഫ് കാർഡിയക് പേഷ്യന്റും ഇന്നത്തെ ഇതും കൂടെ എടുക്കുമ്പോൾ നമ്മളുടെ രോഗികൾ കൂടിയിട്ടുണ്ട് അല്ലെ ഈ 10 വർഷം? അതെ, തീർച്ചയായിട്ടും. അതിന്റെ കാരണങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞ അതിന് വ്യക്തമായിട്ട് പറയാനുണ്ട് അതിനോട്? അതെ, അല്ല അത് ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഹാർട്ട് ഡിസീസ് ഒരുപാട് കൂടും. ഏകദേശം 18 മില്യൺ ആളുകൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ട് അമേരിക്കയിൽ. ഏകദേശം നമ്മൾ ഈ കോവിഡ് ഇപ്പം 10,000 ആളുകളെ കൊല്ലുന്നു എന്ന് പറയുന്നു, പക്ഷെ ഹാർട്ട് ഡിസീസ് ഏകദേശം 700,000 ആളുകളെ കൊല്ലുന്നുണ്ട്. ഒരുപാട് കൂടുതലാണ് ഹാർട്ട് ഡിസീസിന്റെ ഇമ്പാക്ട്. അത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അമേരിക്കയിൽ അറ്റ്ലീസ്റ്റ് ഇൻസിഡൻസ് ന്യൂ ഹാർട്ട് ഡിസീസ് എല്ലാ വർഷവും ഇച്ചിരി കുറഞ്ഞു വരികയാണ്. ഇവിടുത്തെ ഇന്റൻസീവ് ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ഒക്കെ പിന്നെ ഇവിടെ സ്മോക്കിങ്ങും കുറവാണ്. അതാണ് അമേരിക്കയിൽ ഇതിന്റെ ഇൻസിഡൻസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ വേൾഡ് വൈഡ് ഇൻസിഡൻസ് ഒരുപാട് കൂടുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലും അങ്ങനത്തെ ഡെവലപ്പിംഗ് കൺട്രീസിലും ഒരുപാട് ഹാർട്ട് ഡിസീസ് കൂടുതലാണ്. അത് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആവാനാണ് കാരണം. നമ്മൾ അമേരിക്കയിൽ പൊതുവേ ഇപ്പം ഒരു വെജിറ്റേറിയൻ ടൈപ്പ് ഡയറ്റിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ കൂടുതൽ ഫാസ്റ്റ് ഫുഡും കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ടൈപ്പ് ഒരു ഫുഡിലോട്ട് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ട് ഇപ്പോൾ. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഇതിന്റെ ഇൻസിഡൻസ് കൂടാൻ സാധ്യത. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഹാർട്ട് ഡിസീസ് മോർട്ടാലിറ്റി, അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് മരിക്കാനുള്ള സാധ്യത ഇപ്പം പണ്ടത്തേക്കാളും കുറവാണ്, ബിക്കോസ് ഓഫ് അഡ്വാൻസസ് ഇൻ ടെക്നോളജി. പക്ഷെ ഹാർട്ട് ഡിസീസ് ആസ് എ ഗ്ലോബൽ ഡിസീസ് അത് കൂടി വരികയാണ്. ഡോക്ടർ അനൂപ് പരമേശ്വരൻ, ഞാൻ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു നന്ദി പറയുകയാണ്. ഇത്രയും വളരെ ലളിതമായിട്ട് നമ്മളുടെ ഹൃദയരോഗങ്ങളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വീണ്ടും ഞാൻ അങ്ങേ ഒരുപക്ഷെ ഡിസ്റ്റർബ് ചെയ്യായിരിക്കും മറ്റുള്ള നമ്മളുടെ തുടർന്നുള്ള നമ്മളുടെ ഡോക്ടർ സംസാരിക്കുന്നു എന്ന പരമ്പരയിലൊക്കെ. അപ്പോൾ പ്രത്യേകം നന്ദി പറയുന്നു. ഈ അവസരത്തിൽ വളരെ ഉപകാരപ്പെട്ട ഈ ഉപദേശങ്ങൾക്ക് നന്ദി. ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ഭാഗമായതിൽ പ്രത്യേകം ഞാൻ സന്തുഷ്ടനാണ്.
അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം റോം, ജോസ്. Thank you very much for having me. Thank you. കൊറോണ വൈറസ് COVID-19 പ്രതിപാദിക്കുന്ന കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.